ഹായ് മക്കളെ, നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ രണ്ടാംകൃതി സമവാക്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം. ദി പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 ഈസ് 384. 8ന്റെ ഗുണിതങ്ങളായ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 384 ആണ്. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബൈ ടേക്കിംഗ് എ നമ്പർ ആസ് എക്സ്. ഒരു സംഖ്യ എക്സ് ആയി എടുത്തുകൊണ്ട് ഒരു രണ്ടാംകൃതി സമവാക്യം രൂപീകരിക്കണം എന്നാണ് പറയുന്നുള്ളത്. മക്കളെ ശ്രദ്ധിക്കുക, 8ന്റെ ഗുണിതം എന്ന് പറയുമ്പോൾ 8ന്റെ ഗുണിതം 8, 16, അതേപോലെ 24, ഇങ്ങനെ 8 കൂടി പോകുന്ന സംഖ്യകളാണ് 8ന്റെ ഗുണിതങ്ങൾ, 8ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സംഖ്യ ഏതാണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ഒരു സംഖ്യ എക്സ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ അടുത്ത ഗുണിതം, 8ന്റെ അടുത്ത ഗുണിതം എന്തായിരിക്കും? എക്സ് പ്ലസ് 8 ആയിരിക്കും. 8ന്റെ ഗുണം എന്ന് പറയുമ്പോൾ 8 കൂടി പോകുന്ന സംഖ്യകളാണ്. 8ന്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങളുടെ ഗുണനഫലം, 8ന്റെ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8, 8ന്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങളുടെ ഗുണനഫലമാണ് 384 എന്ന് പറയുന്നത്. അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു 384 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ എങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി മാറ്റുക? എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് രണ്ടാംകൃതി സമവാക്യം എന്ന് പറഞ്ഞാൽ? എക്സ് സ്ക്വയർ വരുന്ന ഇക്വേഷൻസ് ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ദെൻ എക്സ് ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 8x ഈസ് ഈക്വൽ ടു 384. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ, ഇനി എന്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്? സംഖ്യകളേവ. എങ്ങനെയാണ് സംഖ്യകൾ കണ്ടുപിടിക്കുക? മക്കളെ, നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളത്. എങ്ങനെയാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. നമ്മൾ എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ പ്ലസ് 8x ഈസ് ഈക്വൽ ടു 384. ഓക്കെ, ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെ കൂടെയുള്ള നമ്പർ ഏതാണ് നോക്കാം. ഏത് നമ്പർ ആണ് എക്സിന്റെ കൂടെ ഉള്ളത്? എക്സിന്റെ കൂടെയുള്ള നമ്പർ 8 ആണ്. ആ 8ന്റെ പകുതിയുടെ വർഗം, ഹാഫിന്റെ സ്ക്വയർ ഈക്വൽ ടു രണ്ട് ഭാഗത്തും ആഡ് ചെയ്യുക. അതാണ് നമ്മുടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്, വർഗം പൂർത്തീകരിക്കൽ രീതി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 8ന്റെ പകുതി എത്രയാണ്? 4 ആണ്. അപ്പൊ 4ന്റെ സ്ക്വയർ ഇപ്പുറം ആഡ് ചെയ്യുന്നു. അതേപോലെ ഈക്വൽ ടുന്റെ അപ്പുറം സൈഡിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. 384 പ്ലസ് 4 സ്ക്വയർ എന്ന് നമ്മൾ ചെയ്യുന്നു. അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് 384 പ്ലസ് 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റി ചെയ്യുന്നു? എക്സ് പ്ലസ്, ആദ്യം എക്സ് ഉണ്ട്, എക്സ് സ്ക്വയർ ആണ്, ലാസ്റ്റ് 4 സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 384 പ്ലസ് 16 എന്ന് പറയുമ്പോൾ അത് നമുക്ക് എത്ര കിട്ടുക? 400 ആണ് കിട്ടുക. 400 ആണ് കിട്ടുക. ഓക്കെ, അതായത് എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 400 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് എക്സ് പ്ലസ് 4 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 400ന്റെ റൂട്ട്, 400 നമ്മൾ റൂട്ട് എടുക്കുന്നു. എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 400ന്റെ റൂട്ട് എത്രയാണ്? 20 ആണ്. ഇത് മൾട്ടിപ്പിൾസ് ആണ്, ഗുണിതങ്ങളാണ്. ഗുണിതങ്ങൾ നമുക്ക് ഒരിക്കലും എന്ത് വരില്ല? നെഗറ്റീവ് വരില്ല. അതുകൊണ്ട് എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 20. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 20 മൈനസ് 4 ഈസ് ഈക്വൽ ടു 16. നമ്മൾ എക്സ് എടുത്ത നമ്പർ നമുക്ക് 16 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 8ന്റെ അടുത്ത മൾട്ടിപ്പിൾ, 8ന്റെ അടുത്ത ഗുണിതം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു 16 പ്ലസ് 8 ഈസ് ഈക്വൽ ടു 24 ആണ് കിട്ടുക. 24 ആണ് കിട്ടുക മക്കളെ. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? നമ്പേഴ്സ് ആർ 16 ആൻഡ് 24. 16 ആൻഡ് 24 ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക. കൃത്യമായി ശ്രദ്ധിക്കുക. ഒന്നുകൂടി ചെയ്തു നോക്കുക. ഓൾ ദി ബെസ്റ്റ്.